ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഈസ് യുദിൻ രാഗ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഫോറക്സ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ വളരെ മോശമായൊരു കണ്ടീഷനായിരുന്നു. മാർക്കറ്റിൽ തീരെ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല, ന്യൂസുകൾ കൂടുതലായിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് ദിവസങ്ങൾ ബാങ്ക് ഹോളിഡേയ്സ് ആയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിനി ജനുവരി ഫസ്റ്റ് വീക്കിന് ശേഷം മാത്രം നല്ല ട്രേഡ്സ് നോക്കിയാൽ മതി, മാർക്കറ്റിൽ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ജനുവരി ഫസ്റ്റ് വീക്കിന് ശേഷം ഉണ്ടാവുള്ളൂ എന്ന്. അതായത് ജനുവരി 6 മുതൽ. ഞാനും അങ്ങനെ ജനുവരി 6 ശേഷം ട്രേഡ് എടുക്കണമെന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിലാണ് നമുക്ക് യൂറോ യു എസ് ഡിയിലും NSD USDയിലും രണ്ട് അടിപൊളി സെറ്റപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ NSD USDയുടെ സെറ്റപ്പ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നെ എനിക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവനോട് പറഞ്ഞു അത് അടിപൊളി സെറ്റപ്പാണ്, തേർഡ് ഓർഡർ ഫ്ലോ എന്നാണ്. അപ്പോൾ തന്നെ ഞാനത് ഡിസ്കോഡിൽ ഷെയർ ചെയ്തും കൊടുത്തിട്ടുണ്ടായി. ആ രണ്ട് സെറ്റപ്പ് നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൽ NSD USDയിൽ ഏകദേശം $99 എനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ജനുവരി 6ന് ശേഷം ട്രേഡ് നോക്കാവുന്ന രീതിക്ക് ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് യൂറോ USD ട്രേഡ് എടുക്കാനും പറ്റിയിട്ടുണ്ടായില്ല. പക്ഷേ ഈ രണ്ട് എൻട്രി സെറ്റപ്പും നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം വന്ന രണ്ട് അടിപൊളി സെറ്റപ്പ് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ രണ്ട് എൻട്രി സെറ്റപ്പുകളുടെ ഒരു ട്രേഡ് ബ്രേക്ക് ഡൗൺ നോക്കാം. നമ്മൾ ആദ്യം നോക്കുന്നത് യൂറോ USDയുടെ ചാർട്ടാണ്. ഇതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, മാർക്കറ്റ് ഡെയിലിയുടെ ലിക്വിഡിറ്റി എല്ലാം ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് മേജർ ലിക്വിഡിറ്റി പോയിന്റ് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റുഡൻസിനോട്, മേജർ ലിക്വിഡിറ്റി പോയിന്റ് എല്ലാം സ്വീപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് മാർക്കറ്റ് മൂവ് ആവും. ദെൻ ഞാൻ നേരെ 45 മിനിറ്റ്സിലോട്ട് പോകുമ്പോൾ ഇവിടെ എന്താ കാണണം നോക്കുക. 45 മിനിറ്റ്സിൽ നമുക്കിവിടെ നല്ല രീതിയിലൊരു ബ്രേക്ക് മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഈ ഒരു ബ്രേക്ക് മാർക്കറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിവിടെ ഒരു ചെറിയൊരു സപ്ലൈ ക്യാനിൽ മാർക്കറ്റ് തന്നിട്ടുണ്ട്. ദെൻ അതിനുശേഷം വീണ്ടും ഒരു സപ്ലൈ ക്യാനിൽ മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ മാർക്കറ്റ് സപ്ലൈ ക്യാനിൽ തന്നു. മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് പോയി, അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് തന്ന് താഴോട്ട് പോയി. ആ സമയത്ത് എത്തിയപ്പോഴായിരുന്നു, ഏകദേശം ഈ IDM എന്ന് എഴുതിയൊരു ഭാഗത്ത് എത്തിയപ്പോഴായിരുന്നു ഞാൻ സ്റ്റുഡൻസിന് ഇത് ഡിസ്കോഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് TP ആണ് സെറ്റ് ചെയ്യാൻ തന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം ലിക്വിഡിറ്റി പോയിൻറ്റ്സ് നമ്മളിപ്പോൾ ഡെയിലി പോയി കഴിഞ്ഞാൽ നമ്മൾ മേജർ ലിക്വിഡിറ്റി പോയിൻറ്റ്സ് എല്ലാം നമ്മളവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. മേജർ ലിക്വിഡിറ്റി പോയിൻറ്റ്സ്, അതായത് ഇതൊരു മേജർ ലിക്വിഡിറ്റി പോയിൻ്റ് ആണ്. ഈ കാണുന്ന ബ്രേക്കിൻ്റെ അവിടെ മേജർ ലിക്വിഡിറ്റി പോയിൻ്റ്, അതായത് നമ്മുടെ ഫസ്റ്റ് TP. ദെൻ അടുത്ത ലിക്വിഡിറ്റി പോയിൻ്റ് ഡെയിലിയുടെ ഈ ഒരു ലോ, അടുത്തൊരു മേജർ ലിക്വിഡിറ്റി പോയിൻ്റ് ആണ് ഈ കാണുന്ന ഒരു ലോ. അപ്പോൾ ഇതുവരെ മാർക്കറ്റ് വരും എന്നാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് നമ്മൾ ഈ വരച്ച ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് എത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം 45 മിനിറ്റ്സിൽ എങ്ങനെ അത് ആക്ട് ആയിരിക്കുന്നതെന്ന്. ഓക്കെ, 45 മിനിറ്റ്സിൽ നമ്മൾ തിരിച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് 45 മിനിറ്റ്സിന് ശേഷം നല്ല ഇൻഡ്യൂസ്മെൻറ്റ് ഉണ്ടാക്കി വന്നിട്ടുണ്ട്. കുറച്ച് താഴോട്ട് പോയി നമ്മൾ വരച്ചിരിക്കുന്ന ഫസ്റ്റ് TP മാർക്കറ്റ് എടുത്തു. എങ്ങനെ ഒരു 5-8 ക്യാൻഡിൽ കൊണ്ട് തന്നെ മാർക്കറ്റ് നമ്മൾ വരച്ചിരിക്കുന്ന ഫസ്റ്റ് TPയിൽ മാർക്കറ്റ് എത്തി. ഓക്കെ, അതിനുശേഷം ഞാൻ വരച്ചിരിക്കുന്ന ഡെയിലിയുടെ മേജർ ലിക്വിഡിറ്റി പോയിൻറ്റിലോട്ട് മാർക്കറ്റ് കറക്റ്റ് എത്തിയിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ആ പോയിൻ്റിൽ നിന്ന് കറക്റ്റ് റിജക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമ്മൾ ഡിസ്കോഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഏരിയ നമ്മളൊരു ജനുവരി 1-നാണ് നമ്മൾ ഡിസ്കോഡ് ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് NSD USDയുടെ ചാർട്ടാണ്. നമ്മൾ മുന്നത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു NSD USD ഈ കാണുന്ന ഒരു ഡിമാൻഡ് സോൺ എന്തായാലും ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. അത് ഷുവറാണ്. അത് വേറെ ഒന്നുമല്ല, ഡെയിലി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്ത് നല്ല ബഞ്ച് ഓഫ് ലിക്വിഡിറ്റീസ് പെൻഡിങ് ആണ്. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏകദേശം മാർക്കറ്റ് ആ ഡിമാൻഡ് സോണിൻ്റെ ഹാഫ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ 3 ഹവർക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ, എന്തായാലും എൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ സെൽ വ്യൂ തന്നെയാണ്, അതായത് ബെയറിഷനാണ്. സോ 3 ഹവർക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓർഡർ ഫ്ലോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓർഡർ ഫ്ലോ മാത്രമല്ല, മാർക്കറ്റ് 3 ഹവറിൽ നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് തന്നിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് 4 ഹവറിൽ മാർക്കറ്റിൽ ഒരു സപ്ലൈ ക്യാനിൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 3 ഹവറിൽ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് 3 ഹവറിൽ 2-3 ഓർഡർ ഫ്ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാനവിടെ മൂന്നാമത്തെ ഓർഡർ ഫ്ലോ ആണ് നമുക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത്. അതായത് മാർക്കറ്റ് നല്ല രീതിയിൽ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഇടയിലാണ് നമുക്ക് വന്ന് തേർഡ് ഓർഡർ ഫ്ലോ വന്നിരിക്കുന്നത്. തേർഡ് ഓർഡർ ഫ്ലോ നോക്കുമ്പോൾ നമുക്ക് FEG ഉണ്ട്. ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് മാർക്കറ്റ് മിറ്റിഗേറ്റ് ആയത്. സോ നമ്മുടെ ഫസ്റ്റ് TP എന്ന് പറയുന്നത് മാർക്കറ്റ് അവസാനം ഉണ്ടാക്കിയ ഒരു ലോ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് TP. ദെൻ എക്സ്ട്രീം TP എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുന്നേ വരച്ച വീക്ക്ലിയുടെ ലോ. പക്ഷേ അതുവരെ മാർക്കറ്റ് എത്താൻ കുറച്ച് ടൈം എടുക്കും. സോ നമ്മൾ അധികം എക്സ്പെക്റ്റ് ചെയ്യാതെ ഫസ്റ്റ് TP തന്നെ ഇറങ്ങുന്നതാണ് ബുദ്ധി. ഈ രണ്ട് സെറ്റപ്പും നമ്മൾ ഡിസ്കോഡിൽ ഇത് മിറ്റിഗേറ്റ് ആവുന്ന മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ജനുവരി 1-ന് കൊടുത്ത യൂറോ USDയുടെ ചാർട്ടായിരുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ ജനുവരി 2-നാണ് NSD USD ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ട് ചാർട്ടും നമ്മൾ വരച്ച അതേ ഏരിയയ്ക്ക് വന്നിട്ട് TP അടിച്ചത് കാണാൻ പറ്റും. നമ്മൾ വരച്ച ഓരോ ലൈനും മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. TP നോക്കി കാണാൻ നമ്മൾ വരച്ച ലൈവിൽ നിന്നാണ് റിജക്ഷൻ വന്നിരിക്കുന്നത്. എല്ലാം കൊണ്ടും മാർക്കറ്റ് നമ്മൾ വരച്ച അതേ ഏരിയയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ 2025 നമ്മൾ കൊടുത്ത ആദ്യത്തെ രണ്ട് സെറ്റപ്പും നല്ല അടിപൊളി ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ രണ്ട് മെത്തേഡും ഓർഡർ ഫ്ലോ, ലിക്വിഡിറ്റി സ്വീപ്പ് രണ്ട് രീതിയിലെടുത്തൊരു എൻട്രികളായിരുന്നു. ഈ ഒരു എൻട്രികളെ കുറിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നമുക്ക് അധികം വേഗത്തിന് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.